നമ്മൾ രാമക്കൽമേടിൻ്റെ അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റാച്യു പോയിന്റിൽ. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തിയിരിക്കണം. അതാണ് സ്റ്റാച്യു. ഓക്കെ, ഇവിടെ പശു വന്നൊന്നറിയില്ല, പശു വന്നൊന്ന് പശുവിനൊക്കെ മേച്ചിരിക്കുകയാണ്. നമ്മൾ രാമക്കൽമേടിലെ പശുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ചേച്ചിൻ്റെ അടുത്തുള്ള പശു എന്തൊക്കെയാ, സുഖല്ലേ? ഇവിടുത്തെ സ്ഥിതി വിവരങ്ങൾ പശുവല്ല, പോത്താ. സോറി, എന്നാ പോത്ത്. ബേബി എൻ്റെ അടുത്ത് നല്ലോണം നിന്ന് എനക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ തരും. എനക്ക് എൻ്റെ അടുത്ത് നല്ലോണം നിൽക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാമക്കൽമേടിലെ സ്റ്റാച്യു. ഒന്നാമത്തെ സ്റ്റാച്യു, രണ്ടാമത്തെ സ്റ്റാച്യു അപ്പുറത്ത്. നമുക്ക് പോയി ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാം. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഒരു മരം പോലത്തെ ഒരു സംഭവം കാണാം. ഇതിൽ നിന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ട്. സുഹൃത്തുക്കളെ, സ്റ്റെപ്പ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കയറി പോകുമ്പോൾ മേലെ എത്തും. എൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ സ്റ്റാച്യുവിൻ്റെ കൊക്ക് കാണാം. അവിടെ നിരവധി ഗ്രാമങ്ങൾ കാണാം. അവിടെ രണ്ടാൾ കയറി നിൽക്കുന്ന കാണാം, അതിരിക്കുന്നത്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഈ ശില്പത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ശുചിത്വ നാടിൻ്റെ നന്മയ്ക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശില്പം. ഇവര് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അവിടെ എന്താണുള്ളത് എന്ന് അറിയുമോ? സുഹൃത്തുക്കളെ, ഇവിടെ ഒരു അതിമനോഹര താമരക്കുളം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ രാമക്കൽമേടിൽ നിന്ന് തിരിയുകയാണ്. രാമക്കൽമേടിലെ ഇത് അനന്തരമാണ്. ഇപ്പം രാമക്കൽമേടിൽ നിന്ന് നമ്മൾ ഇറങ്ങി സ്റ്റാച്യു പോയിന്റൊക്കെ കണ്ട് തിരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ രാമക്കൽമേടത്ത് വിശേഷം ഇവിടെ കഴിയുകയാണ്. ഇനി കൊടൈക്കനാൽ അങ്ങനെ പോയിട്ട് ഇപ്പോൾ അടുത്തൊരു കിലോമീറ്റർ എടുക്കുന്നത്. ബൈ.